ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. രാഷ്ട്രം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റതിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. വിവിധ പദ്ധതികൾക്കും രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിച്ചു. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2024 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷയ്ക്ക് ബിൽ ലക്ഷ്യമിടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കണം. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിലുണ്ട്. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കാനായി സംസ്ഥാന സർക്കാരുകളും നയതന്ത്ര കാര്യാലയങ്ങളുമായി ചേർന്ന് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ലോക്സഭയെ അറിയിച്ചു. റോഡ് ഷോ, ഭക്ഷ്യമേളകൾ, വ്യാപാരമേള, ടൂർ ഓപ്പറേറ്റർമാരുമായി ചേർന്നുള്ള ജനസമ്പർക്ക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 2023-24 മുതൽ 25-26 വരെയുള്ള കാലയളവിൽ ദേശീയ ദുരന്ത പ്രതികരണ ഫണ്ട്, സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ട് എന്നിവയിലൂടെ കേന്ദ്രം 75,000 കോടി രൂപ വിതരണം ചെയ്തതായി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ലോക്സഭയെ അറിയിച്ചു. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ് തുക അനുവദിച്ചത്. പ്രകൃതി ദുരന്ത പ്രതികരണ ഫണ്ടുകൾക്ക് കേന്ദ്രം പിന്തുണ നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായ ഇന്ന് ആരോഗ്യ മന്ത്രാലയം ദേശീയ വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിയുടെ 8ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. 2030 വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ ഉന്മൂലനം ചെയ്യുന്നത് ലക്ഷ്യമിട്ടാണ് 2018 പരിപാടി ആരംഭിച്ചത്. രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തമാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാത നിർമ്മാണത്തെയടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. തലസ്ഥാനത്തെ 2ാമത്തെ മെഡിക്കൽ കോളേജായ കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റിൽ പ്രവേശനം അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ തത്വത്തിൽ അംഗീകരിച്ചു. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അഴിമതി തടയാൻ യുവജനതയെ അണിനിരത്തി വിജിലൻസ് വകുപ്പ് നടപ്പാക്കുന്ന പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടൊപ്പം ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ, വി മുരളീധരൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നീന്തലിൽ 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിലെത്തി. അതേസമയം സജൻ പ്രകാശ് പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ TK സെമിയിൽ കടന്നു. നിലവിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ 8ാം സ്ഥാനത്താണ്. സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഇനി മുതൽ പൊതുമരാമത്ത് പദ്ധതികൾ തുടങ്ങില്ലെന്ന് മന്ത്രി PK ബഷീർ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ പൊതുമരാമത്ത് ജോലികൾ വിലയിരുത്താൻ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വകുപ്പിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് എല്ലാവിധ പിന്തുണയും നൽകും. പൊതുമരാമത്ത് വകുപ്പിലേക്ക് കൂടുതൽ സർവേയർമാരെ നിയമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരി കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്ക് എതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾക്കായി ആഭ്യന്തര വകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് പിന്തുണ നൽകി ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.